ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ലഹരിക്കെതിരെ രാഷ്ട്രീയ യുവജന സംഘടനകളുടെ ഒറ്റക്കെട്ടായ ബോധപൂർവമായ ഇടപെടൽ ആവശ്യമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ്. JK ട്രസ്റ്റ് മതസൗഹാർദ്ദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. JK ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സംഗമവും ലഹരിക്കെതിരെ ആശയ കൂട്ടായ്മ പദ്ധതിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനത്തിനും അക്രമങ്ങൾക്കും കുട്ടികൾ അകപ്പെട്ടതിൽ മുതിർന്നവർക്കും പങ്കുണ്ടെന്നും കുട്ടികൾക്ക് വേണ്ട അറിവ് നൽകാൻ മറന്നുപോയതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്തായി ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ, സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മുഴുവൻ നമ്മുടെ സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് കേരളമാണ് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ കഴുകന്മാർ. പണമുണ്ടാക്കാനുള്ള ത്വരയോടെ ഇറങ്ങി പുറപ്പെട്ട കഴുകന്മാർ ഒരുപാട് നമ്മുടെ കേരളത്തിന് ചുറ്റും പട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ വല്ലാതെ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങി, പഠിച്ച് മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങുക എന്നത് മാത്രമാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ വെച്ചു കൊടുക്കുന്ന ലക്ഷ്യം. അങ്ങനെ അവൻ നിരാശനായി, അവൻ ലക്ഷ്യബോധമില്ലാത്തവനായി, അവൻ സുഖങ്ങൾ തേടി അങ്ങനെ പോകുന്ന ഒരു മാനസികാവസ്ഥ. ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ JK ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി KT വാസുദേവൻ അധ്യക്ഷനായിരുന്നു. 3 ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മതസൗഹാർദ്ദ സംഗമം, ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ, ഒരു ഇഫ്താർ വിരുന്ന്. പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ റംസാൻ സന്ദേശം നൽകി. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമില്ലാത്ത അവസ്ഥയില്ല. അത് കൊണ്ടു നടക്കുന്ന മനുഷ്യർക്കിടയിലാണ് സൗഹാർദ്ദമില്ലാതെയാവുന്നത്. RTO PA നസീർ, AKB നായർ, റവറൻ ജേക്കബ് ഡാനിയൽ, ട്രസ്റ്റ് സെക്രട്ടറി ആറ്റുകോയ പള്ളിക്കണ്ടി, ജാഫർ പൂമക്കോത്ത്, TP വിജയൻ, TK ബീരാൻകോയ, K ജയപ്രസാദ്, രാജൻ പുഴവക്കത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചർമ്മരോഗ ചികിത്സാ രംഗത്ത് വർദ്ധിച്ചുവരുന്ന വ്യാജ ചികിത്സ കാരണം പൊതുജനാരോഗ്യ